ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ശാലിനെ പപ്പി തിരികെ സത്യഭാമയുടെ വീട്ടിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. പപ്പി തിരികെ വീട്ടിലെത്തിയതിൻ്റെ സന്തോഷത്തിലാണ് സത്യഭാമയും വിഷ്ണുവും ശ്യാമയും രോഹിത്തും രാഘവനും ഒക്കെ. വളരെ സ്നേഹത്തോടെ പപ്പിയോട് സംസാരിക്കുമ്പോൾ പപ്പി പറയുന്നുണ്ട്, ഞാൻ ഈ വീട്ടിലെ കുട്ടിയല്ലല്ലോ, പിന്നെ എന്തിനാ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്? ഞാൻ അതുകൊണ്ടാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത് എന്നൊക്കെ തൻ്റെ സങ്കടം ഇങ്ങനെ പപ്പി പറയുമ്പോൾ എല്ലാവരും മറുകേട്ട് സങ്കടത്തോടെ ഇരിക്കുന്നുണ്ട്. മോളുടെ അമ്മയുടെയും മോളുടെയും DNA ടെസ്റ്റ് നടത്തിയാൽ പിന്നെ ആർക്കും പിന്നെ പറയാൻ സാധിക്കില്ലല്ലോ മോള് അമ്മയുടെ മകളല്ല എന്ന് സത്യഭാമ പറയുമ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് ശ്യാമ. എന്നാൽ ഇത് കേട്ട് രാഘവൻ പറയുന്നു, അത് തന്നെയാണ് ഭാമയെ വേണ്ടത്. DNA ടെസ്റ്റിനപ്പുറത്തേക്ക് മറ്റൊരു തെളിവില്ലല്ലോ. പിന്നെ പപ്പി ശ്യാമയുടെ മകളല്ല എന്ന് പറഞ്ഞ് ഒരു സുസ്മിതയും ഇവിടെ കയറി വരില്ല. അങ്ങനെ വന്നാൽ നമുക്കൊന്ന് കാണാലോ. ശേഷം സത്യഭാമ പപ്പയും കൊണ്ട് മുറിയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ തിരിഞ്ഞ് ശ്യാമയോട് പറയുന്നു, DNA ടെസ്റ്റ് നാളെ തന്നെ പപ്പയും കൊണ്ട് പോകാൻ റെഡിയായി നിന്നോളൂ. ഇത് കേട്ട് ടെൻഷൻ ആവുകയാണ് ശ്യാമ. ശേഷം സത്യഭാമ പപ്പയും കൊണ്ട് തൻ്റെ മുറിയിലേക്ക് പോകുന്നു. മറ്റാർക്കും ഒരു കൂസലമില്ലാതെ ഇരിക്കുന്നെങ്കിലും ശ്യാമയ്ക്ക് നല്ല പേടിയുണ്ട്. ഈശ്വര, ഒടുവിൽ ഭയന്നു തന്നെ സംഭവിച്ചല്ലോ. ഇതിൽ നിന്ന് ഞാൻ എൻ്റെ പപ്പിമോളെ എങ്ങനെ രക്ഷപ്പെടുത്തും? ഇതേ സമയം ശാരദാമ്മ പൊട്ടിത്തെറിച്ചുകൊണ്ട് ശാലിനിയോട് ചോദിക്കുന്നു, നീ എന്താടി പറയുന്നത്? ശ്യാമയ്ക്കും പപ്പിക്കും DNA ടെസ്റ്റോ? എടി, അങ്ങനെ സംഭവിച്ചാൽ പിന്നെ? ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് ശാലിനി പറയുന്നു, നമ്മൾ എന്ത് ചെയ്യാനാ അമ്മേ? അങ്ങനെ ശാലിനി അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ശാരദാമ്മ പറയുന്നു, എടി അവിടെ നിൽക്കി, നമുക്ക് എന്ത് ചെയ്യാനാണെന്നോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് പരിഹരിക്കാനുള്ള വഴിയുണ്ടെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? എന്നിട്ടിപ്പോ മറിഞ്ഞു നിൽക്കുന്നോ? ഞാൻ എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞ് വീണ്ടും കരഞ്ഞുകൊണ്ട് ശാലിനി അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ശാരദ പിന്നെയും ശാലിനിയെ പിടിച്ചവിടെ നിർത്തിയിട്ട്, ഒരു 100 വട്ടം പറഞ്ഞതാണ് നിന്നോട് സത്യഭാമയോട് എല്ലാം തുറന്ന് പറയാൻ. എന്നിട്ട് ഓരോ ഒഴിവ് കഴിവും പറഞ്ഞ് നീട്ടി വെച്ചിട്ട് ഇപ്പോൾ എല്ലാം അവസാനിച്ചില്ലേ? എനിക്കൊന്നും അറിയില്ല. എൻ്റെ ദേവി, സമാധാനമായിട്ട് മരിക്കാൻ പോലും എനിക്ക് യോഗമില്ലല്ലോ. അങ്ങനെ തലയ്ക്ക് കൈ വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശാരദാമ്മ. ശാലിനി അരികിലേക്ക് വന്ന് ശാരദാമ്മയുടെ തോളിൽ പിടിച്ചുകൊണ്ട്, അമ്മ പേടിക്കണ്ട. ശാലിനി ഇവിടെ ഉള്ളപ്പോൾ ഈ കുടുംബത്തിലെ ആർക്കും യാതൊന്നും നഷ്ടപ്പെടില്ല. ശാലിനിക്ക് നഷ്ടപ്പെട്ടാലുമെന്നും ശാലിനി പറയുന്നുണ്ട്. മോളെ എന്ന് പറഞ്ഞ് ശാലിനിയുടെ കയ്യിൽ പിടിച്ച് ശാരദാമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട്. നല്ലതേ നടക്കൂ എന്ന് ശാലിനിയും പറഞ്ഞിട്ട് മുറിയിലേക്ക് പോവുകയാണ്. എന്നാൽ ശാലിനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും ശാലിനിക്ക് ഒരു നിശ്ചയമില്ല. പിന്നീട് കാണിക്കുന്നത്, വിഷ്ണു ആണെങ്കിൽ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്നു. രാവിലെ തന്നെ സത്യഭാമ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നു. സോഫയിലേക്ക് ഇരുന്ന് ഫോണിൽ സംസാരിക്കുകയാണ്. എന്നാൽ അത്യാവശ്യത്തിന് വിളിച്ചിട്ട് ആരെയും കിട്ടുന്നില്ലല്ലോ. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സത്യഭാമ. ആരെയാ ഇത്ര അത്യാവശ്യമായി വിളിക്കുന്നത് എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അവിടേക്ക് വിളിച്ച ആള് തിരിച്ചു വിളിച്ചു. വിജയകുമാറാണ് വിളിച്ചിരിക്കുന്നത്. ഹലോ വിജയകുമാറെ എന്ന് പറഞ്ഞ് സത്യഭാമ സംസാരിക്കുമ്പോൾ വിഷ്ണു സത്യഭാമയെ നോക്കുന്നു. ഇത് ശ്രദ്ധിച്ചുകൊണ്ട് ശ്യാമയും താഴേക്ക് ഇറങ്ങി വരുന്നു. എത്ര ദിവസമായി ഞാൻ തന്നെ വിളിക്കുന്നു. ബ്രോക്കർമാരായാൽ ചില ഉത്തരവാദിത്തങ്ങൾ വേണമെന്ന് സത്യഭാമ അവരോട് പറഞ്ഞപ്പോൾ മനഃപൂർവ്വം മാറ്റിവെക്കുന്നതല്ല. സത്യഭാമയ്ക്ക് മരുമകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെല്ലാം നോക്കണം? അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് തരാൻ പറ്റുമോ സത്യാമ്മ എന്നൊക്കെ വിജയകുമാർ പറയുന്നു. എല്ലാ യോഗ്യതയും തികഞ്ഞ ഒരു പെൺകുട്ടി തന്നെ വേണം എൻ്റെ മകന്. എല്ലാത്തിനും പ്രധാനമായി അച്ചടക്കവും സ്വഭാവ ഗുണവും വേണമെന്നും സത്യഭാമ വിജയകുമാറിനോട് പറയുന്നു. ആദ്യം പറ്റിയ അബദ്ധം ഇനി ആവർത്തിക്കരുതല്ലോ എന്നും പറയുന്നുണ്ട്. എന്നാൽ ഇത് കേട്ടുകൊണ്ട് പപ്പിമോളും അവിടേക്ക് വരുന്നു. ഒന്നും പേടിക്കണ്ട, സത്യാമ്മ ഈ പറഞ്ഞ യോഗ്യതകളുള്ള ഒരു പെൺകുട്ടി ഒത്തു വന്നിട്ടുണ്ട്. എന്നാണ് പെണ്ണ് കാണൽ ചടങ്ങിന് പോകണം എന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്നും വിജയകുമാർ പറയുന്നു. പെണ്ണ് കാണൽ ചടങ്ങ് എന്ന് പറയുമ്പോൾ നാളെ മറ്റന്നാൾ പിന്നെ 2 ദിവസം കൂടി, മൊത്തം 4 ദിവസം. വിജയകുമാറെ, ഇന്നേക്ക് 5-ാം ദിവസം വിഷ്ണു പെണ്ണ് കാണാൻ വരുമെന്ന് സത്യഭാമ വിജയകുമാറിനോട് പറയുന്നുണ്ട്. ഇത് കേട്ട് ദേഷ്യത്തോടെയും ടെൻഷനോടെയും ഇരിക്കുകയാണ് വിഷ്ണു. ഓക്കെ, അപ്പോൾ സെറ്റ്. അപ്പോൾ സത്യാമ്മ അവിടെ ഒരുക്കങ്ങളൊക്കെ ചെയ്തു തുടങ്ങിക്കോളൂ, ഞാനും ഇവിടെ വേണ്ട ഒരുക്കങ്ങൾ ചെയ്തോളാമെന്ന് വിജയകുമാർ സത്യഭാമയോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ ഫോൺ വെച്ചു. ഫോൺ വെച്ചതിന് ശേഷം സത്യഭാമ വിഷ്ണുവിനോട് പറയുന്നു, ഞാൻ വിജയകുമാറിനോട് പറഞ്ഞത് നീ കേട്ടല്ലോ, എന്താടാ നീ മറുപടി പറയാത്തത്? എന്നാൽ ദേഷ്യത്തോടെ വിഷ്ണു പറയുന്നു, എനിക്കൊന്നും മറുപടി പറയാനില്ലാത്തോണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ നിൽക്ക് എന്ന് പറഞ്ഞ് സത്യഭാമ വിഷ്ണുവിനെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് പറയുന്നു, ഇനി അത് പറ്റില്ല, കൃത്യമായിട്ടുള്ള മറുപടി തന്നെ പറയണം. ഇപ്പോഴല്ല, അടുത്ത ദിവസം പെണ്ണ് കാണൽ ചടങ്ങ് നടന്നിട്ട് അത് എനിക്ക് ഇഷ്ടപ്പെട്ടാലല്ലേ എന്ന് വിഷ്ണു പറയുമ്പോൾ സത്യഭാമ പറയുന്നു, ആ തന്ത്രം ഇനി വില പോകില്ല. ഏത് പെണ്ണിനെ കണ്ടാലും ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ലേ? എന്നാ കേട്ടോ, ഇഷ്ടവും ഇഷ്ടക്കേടും ഞാൻ തീരുമാനിക്കും. നീ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, അമാവാസി മറക്കണ്ട. അത്രയും പറഞ്ഞിട്ട് സത്യഭാമ അവിടെ നിന്ന് പോയപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുകയാണ് വിഷ്ണു.
എന്നാൽ പപ്പിയും ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. വിഷ്ണുവിന്റെ സങ്കടം മനസ്സിലാക്കുകയാണ് പപ്പിയും താഴേക്ക് ഇറങ്ങി വരുന്നു. ടെൻഷനോടെ നിൽക്കുകയാണ് ശ്യാമയും. വിഷ്ണു ആണെങ്കിൽ ഉമ്മറത്ത് പോയി ഇങ്ങനെ അസ്വസ്ഥനായിട്ടിരിക്കുകയാണ്. തന്റെ ശാലിനിയെ പറ്റി ഓർക്കുന്നു. പപ്പി വിഷ്ണുവിന്റെ അരികിലേക്ക് വന്നു. വല്യച്ഛ എന്ന് വിളിച്ചുകൊണ്ട് വന്നു. പപ്പി എന്ന് പറഞ്ഞ വിഷ്ണു പപ്പിയോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പപ്പി പറയുന്നു. ഒന്നുമില്ലാഞ്ഞിട്ടാണോ എന്നെ വന്ന് വിളിച്ചതെന്ന് വിഷ്ണു ചോദിച്ചപ്പോൾ പപ്പി മോള് പറയുന്നുണ്ട്, വല്യച്ഛൻ വിഷമിച്ചിരിക്കല്ലേ, സങ്കടപ്പെട്ട്, അതുകൊണ്ട് ഇവന്ന് വിളിച്ചേക്കാമെന്ന് വിചാരിച്ചതാണ്. വിഷമിക്കണ്ട കേട്ടോ എന്ന് പപ്പി പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു, അതിന് ആരാ പറഞ്ഞൊരു വിഷമമുണ്ടെന്ന്. എന്നാൽ വീണ്ടും പപ്പി പറയുന്നുണ്ട്, എനിക്കറിയാം കേട്ടോ, എനിക്കറിയാം വല്യച്ഛന് വിഷമമാണെന്ന്. അപ്പുറത്തപ്പുറത്ത് നോക്കിയിട്ട് പപ്പി പറയുന്നു, ഇങ്ങ് വന്നേ, ഞാനൊരു രഹസ്യം പറയട്ടെ. രഹസ്യമോ? എന്ത് രഹസ്യമെന്ന് വിഷ്ണു ചോദിക്കുന്നു. ഇങ്ങ് വന്നേ, ചെവി കാണിക്കേ, സീക്രട്സ് ഒക്കെ ഞാൻ ചെവിയിൽ പറയും എന്ന് പപ്പി. സത്യമ്മ വല്യച്ഛന് കല്യാണം ആലോചിക്കുകയാണല്ലേ, പക്ഷേ വല്യച്ഛനെ ചേച്ചിയമ്മ വരണം എന്നല്ലേ? സാരമില്ലെന്നേ, ചേച്ചിയമ്മ വരും, ഞാനെന്നും പ്രാർത്ഥിക്കുന്നുണ്ടെന്നും പപ്പി പറയുകയാണ്. കുട്ടികളെ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ കേൾക്കും, അത് ഉറപ്പാണെന്നും പപ്പി പറഞ്ഞപ്പോൾ സങ്കടത്തോടെ വിഷ്ണു പപ്പിയുടെ കയ്യിലേക്ക് പിടിച്ചിട്ടിങ്ങനെ ആലോചിക്കുന്നു. മോളെ, നിനക്ക് പോലും എന്നെ മനസ്സിലായി, പക്ഷേ മനസ്സിലാക്കേണ്ടവർ ഇതുവരെ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ. ശാലിനി അറിയുന്നില്ലല്ലോ ഇത്. വല്യച്ഛൻ എന്താണ് ആലോചിക്കുന്നത് എന്ന് പപ്പി ചോദിക്കുന്നു. ഇതേ സമയം ശ്യാമ പപ്പിയെ വിളിക്കുന്നുണ്ട്. ദേ അമ്മ വിളിക്കുന്നു, ഞാൻ ഇപ്പോൾ വരാമേ എന്ന് പറഞ്ഞ് പപ്പി അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോവുകയാണ്. വീണ്ടും സങ്കടപ്പെട്ടിരിക്കുകയാണ് വിഷ്ണു. സത്യഭാമ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് വിഷ്ണു. പിന്നെ അമാവാസിയുടെ കാര്യവും ഓർക്കുന്നു. പിന്നീട് കാണിക്കുന്നത് രാഘവൻ ഇങ്ങനെ കാലിൽ തടവിക്കൊണ്ടിരിക്കുന്നു. ചായയുമായി അവിടേക്ക് ശ്യാമ എത്തി. ആ ചായ കൊണ്ട് രാഘവൻ തൻ്റെ മുട്ടിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. എന്താ അച്ഛാ മുട്ടിനെന്ന് ശ്യാമ ചോദിക്കുന്നു. ചെറിയൊരു വേദനയും ചുളുചുളുപ്പും ഉണ്ട്. കർക്കിടകം കഴിഞ്ഞതല്ലേ ഉള്ളൂ എന്ന് രാഘവൻ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, കർക്കിടകത്തിന്റെ മാത്രമല്ല, എണ്ണയും കുഴമ്പും തേക്കണമെന്ന് വൈദ്യരെ പറഞ്ഞതല്ലേ, അത് ശരിയാവില്ല, നീ ഇനി ഇതൊരു മഹാസംഭവമായിട്ട് ഇവിടെ അവതരിപ്പിക്കുകയെന്ന് വേണ്ടെന്ന് രാഘവൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവിടേക്ക് ഒരു കാറ് വന്നത്. അതാരാ വന്നത്, പോയി നോക്കിയെന്ന് രാഘവൻ പറയുന്നുണ്ട്. വന്നത് ശാലിനിയുടെ കാറാണ്. ശാലിനിയുടെ ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങി. സത്യയും അവിടേക്ക് വരുന്നു. സത്യ ഒരു കണ്ണാടിയൊക്കെ വെച്ചുകൊണ്ടാണ് വരുന്നത്. സത്യ അവിടേക്ക് ഓടിയെത്തി. മോളെ, ഓടി വീഴല്ലേ, മോളുടെ അമ്മ എന്നെ ശരിയാക്കും എന്നൊക്കെ ഡ്രൈവർ പറയുന്നുണ്ട്. സത്യ ഓടി വന്ന് ശ്യാമയെ കെട്ടിപ്പിടിക്കുന്നു. എടുക്കാനും പറയുന്നു. അങ്ങനെ ശ്യാമ സത്യ എടുത്തിട്ട് ഒരു ചുമ്മനൊക്കെ കൊടുത്തു. നടക്കാനും സത്യ പറയുകയാണ്. അങ്ങനെ ശ്യാമ സത്യയെ എടുത്തുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ആഹാ, ആരെയാ വന്നിരിക്കുന്നത് എന്നൊക്കെ സ്നേഹത്തോടെ രാഘവൻ സത്യയോട് ചോദിക്കുന്നു. അവിടെ എത്തിയതും നിർത്താനും പറയുന്നുണ്ട് ശ്യാമയോട്. അങ്ങനെ ശ്യാമ അവിടെ സത്യമോളെ താഴെ നിർത്താണ്. പപ്പിയുടെ അച്ഛന് സുഖമാണോ എന്ന് സത്യ ചോദിക്കുകയാണ്. പിന്നെ മോൾ ഒറ്റയ്ക്കാണോ എന്ന് ചോദിക്കുന്നു. അല്ല സാർ, മോൾക്ക് ഇവിടെ ഒരു ട്യൂഷൻ ഉണ്ട്, പോകുന്ന വഴി പപ്പിയെ കാണാൻ കയറിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ സമ്മതിക്കുകയും ചെയ്തു, അങ്ങനെ കൊണ്ടുവന്നതാണെന്ന് ഡ്രൈവർ പറയുകയാണ് രാഘവനോട്. അതിനെന്താ എന്ന് പറഞ്ഞിട്ട് സത്യയ്ക്ക് ഒരു ചുംബനം കൊടുക്കുകയാണ് രാഘവൻ. എന്നിട്ട് രാഘവൻ സത്യയോട് പറയുന്നു, ഇത് മോളുടെ സ്വന്തം വീടല്ലേ, മോൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരികയോ പോവുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാലോ, ഇനി വേണമെങ്കിൽ മോൾക്ക് ഇവിടെ താമസിക്കുകയും ചെയ്യാലോ, ഇഷ്ടമുള്ള കാലത്തോളം. പപ്പി എവിടെയെന്ന് സത്യ ചോദിക്കുന്നു. പപ്പി ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് രാഘവൻ. അവിടേക്ക് പപ്പി എത്തി. സത്യ എന്ന് വിളിച്ചുകൊണ്ട് വന്നു. രണ്ടുപേരും ഇങ്ങനെ സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അത് കണ്ട എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു. വാ, ഞാനൊരു സംഗതി കാട്ടിത്തരാം, വാന്നേ എന്ന് പറഞ്ഞ് സത്യം കൊണ്ട് പോവുകയാണ് പപ്പി. എന്താ എന്നിങ്ങനെ രാഘവൻ ചോദിച്ചപ്പോൾ ശ്യാമ പറയാണ്, ഒരു മൈനക്കുഞ്ഞോ മഞ്ചാടി കുരു എന്തെങ്കിലും ആയിരിക്കും അച്ഛാ, അവൾക്ക് എല്ലാത്തിനും ഉണ്ടല്ലോ ഒരു കൗതുകം. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ ഉറുമ്പുകളുടെ ഘോഷയാത്ര കണ്ടുകൊണ്ട് അരമണിക്കൂറാണ് ഇരുന്നത്. എന്താ ഇത്ര കാണാനെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറയാണ്, ഉറുമ്പുകളുടെ നാട്ടിൽ ഉരുൾപൊട്ടൽ കഴിഞ്ഞു, അവർ വേറെ സ്ഥലത്തേക്ക് താമസത്തിന് പോവുകയാണെന്ന്. നന്നായി, ഈ മൊബൈലിൽ തലയിട്ടുകൊണ്ടിരിക്കുകയല്ലോ, ഇങ്ങനെയൊക്കെ വളരട്ടെ കുട്ടികളെന്ന് രാഘവൻ. സാറേ, ഞാൻ എന്നാ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ, മേഡത്തിനെ കൊണ്ട് പാലവഴി പോവാനുള്ളതാണ്. അതിനൊരു ഡ്രൈവറുണ്ട്, പക്ഷേ സത്യമോളുടെ കാര്യത്തിൽ എന്നെ മാത്രമേ ഉള്ളൂ വിശ്വാസം. ഞാൻ അടുത്തേക്ക് ചെല്ലട്ടെ, മോള് ഇറങ്ങാൻ നേരത്തെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ പോവുകയാണ്. വീണ്ടും രാഘവൻ അവിടെ ഇരുന്ന ചായ എടുത്തിട്ട് രാഘവന്റെ മുട്ടിലേക്ക് പിടിക്കുകയാണ്. അച്ഛൻ്റെ കാലിന് പ്രയാസം ഉണ്ടെങ്കിലേ ഞാൻ കുഴമ്പിട്ട് തരാം എന്ന് ശ്യാമ പറയുന്നുണ്ട്. എടി, അതൊന്നും വേണ്ടെന്നേ എന്ന് രാഘവൻ. മിണ്ടാതിരുന്നോണം അവിടെ എന്ന് പറഞ്ഞ് കുഴമ്പെടുക്കാൻ പോവുകയാണ് ശ്യാമ. ഇവളുടെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞിങ്ങനെ രാഘവൻ ഇരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കുകയാണ് ശാലിനി. അനുവും അരികിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. കറി ഒഴിച്ചു കൊടുക്കുന്നതിനിടയ്ക്ക് ശാന്ത പറയുന്നുണ്ട്, ദേ ജില്ലാ കളക്ടറിനെ ഈ ഹോട്ടലിൽ വിളിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിച്ചു എന്നറിഞ്ഞാൽ നാട്ടുകാർ
ഞങ്ങളെ ശിക്ഷിക്കും കേട്ടോ. എങ്ങനെ ശിക്ഷിക്കാനാ? ഇവൾ തന്നെയല്ലേ മജിസ്ട്രേറ്റും ഒക്കെ. അതിന്റെ കുറുമ്പും അഹങ്കാരം ഉണ്ടാ ഇവക്ക് എന്ന് ശാരദാമ്മ ശാലിനിയെ പറ്റി പറഞ്ഞപ്പോൾ ശാലിനി പറയുന്നു, ഞാൻ എന്ത് കുറുമ്പ് കാട്ടിയെന്നാ ശാരദാമ്മേ? അല്ല, ശാന്ത പറയുന്ന പോലെ നിനക്ക് ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കേണ്ട കാര്യമുണ്ടോടി? കളക്ടർ ആവുമ്പോഴേ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലേ മോളെ? ഈ മറ്റുള്ളവരെയൊക്കെ അകറ്റി നിർത്തുന്നതിന് ഇംഗ്ലീഷിൽ എന്തോ പറയുമല്ലോ, ഈ സാധാരണക്കാരെ മാറ്റി നിർത്തുന്നതിന് എന്ന് അനുവിനോട് ചോദിക്കുകയാണ് ശാരദാമ്മ. അനു പറയുന്നു, പ്രോട്ടോകോൾ. അതെ, അത് തന്നെ, അതൊക്കെ നോക്കണമെന്ന് ശാരദാമ്മ പറഞ്ഞപ്പോൾ ശാലിനി പറയുന്നു, എൻ്റെ പൊന്നു ശാരദാമ്മേ, ഒരു കളക്ടറോ മന്ത്രിയോ ഒരു സാധാരണ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞേ ഒന്നും സംഭവിക്കില്ല. പിന്നെ അതിനെപ്പറ്റി സംസാരിക്കുകയാണ് ശാലിനി. ഇടിക്കേട്ട് ശാരദാമ്മ തൊഴുതുകൊണ്ട് പറയുന്നു, എൻ്റെ പൊന്നുമോളെ, നിന്നെ പറഞ്ഞ് തോൽപ്പിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ലേ? അല്ല പിന്നെ ഒരു ഫംഗ്ഷന് പോകുന്ന വഴി ഒരല്പം ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞ് ഇത്രയൊക്കെ പറയണമെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞ് ആ പ്ലേറ്റുമായി പോവുകയാണ് ശാലിനി. എന്നിട്ട് അത് കഴുകി വെക്കുന്നു. ശാരദാമ്മേ, ഇതൊക്കെ ചെറുത്. ചില സമയത്ത് നമ്മൾ കളക്ടറേറ്റിലെ ജീവനക്കാരെ മുഴുവനും കൺഫ്യൂഷനിലേക്ക് കളയും ഈ മേഡം എന്ന് അനു പറയാണ്. പിന്നെ കുറെ ആലോചിച്ച് കഴിയുമ്പോഴാ മേഡം തമാശ പറഞ്ഞതാണെന്ന് പോലും ഓർക്കുന്നത് എന്നാനു. ആണോ? ദേ അതിനപ്പുറമാണ് ഇവളുടെ മോള് സത്യ. എന്നെയും ഗോപാലേട്ടനെയും ശാന്തയൊക്കെ ചുറ്റിക്കുന്നതിന് ഒരു കണക്കുമില്ല എന്ന് ശാരദാമ്മ പറയുന്നു. ആ കട്ടുറുമ്പ് അവിടെ പോയി എന്ത് ചെയ്യാനാവോ എന്നും ശാരദാമ്മ പറയുന്നു. ഇതേ സമയം രാഘവന് കാൽ തടവാൻ വേണ്ടി കുഴമ്പുമായി വന്നിരിക്കുകയാണ് ശാന്ത. സത്യാമ്മ എന്ന് രാഘവൻ ചോദിക്കുന്നു. പൂജാമുറിയിൽ പ്രാർത്ഥനയിലാണെന്ന് പറയുന്നു. അങ്ങനെ ശ്യാമ ആ കുഴമ്പ് പുരട്ടാൻ തുടങ്ങിയപ്പോഴാണ് അടുക്കളയിൽ വിസിലടിക്കുന്നത്. പെട്ടെന്ന് അവിടേക്ക് പോവുകയാണ് ശ്യാമ. അച്ചച്ച എന്ന് വിളിച്ച് സത്യയും പപ്പയും അവിടേക്ക് വന്നു. മക്കൾ എവിടുന്നായി ഓടി വന്നതെന്ന് ചോദിക്കുന്നു. ഞങ്ങൾ കളിക്കായിരുന്നു അച്ചച്ച എന്ന് പപ്പി പറയുന്നുണ്ട്. അതിനിടയ്ക്ക് സത്യ ചോദിക്കുന്നു, ഇത് എന്താ ഇതെന്ന്. അതോ, ഇത് കുഴമ്പാണെന്ന് രാഘവൻ. കുഴമ്പോ എന്ന് വെച്ചാൽ എന്താണെന്ന് സത്യ ചോദിക്കുന്നു. അത് ശരീരത്തെ പുരട്ടാനുള്ളതാണെന്ന് രാഘവൻ. ഇത് എന്നെ പോലെ വയസ്സായവർക്ക് വേണ്ടി ഉള്ളതാണ്. മോൾക്ക് കാറില്ലേ, ആ കാറിന്റെ ടയറൊക്കെ അധികം ഓടിക്കഴിയുമ്പോൾ തേഞ്ഞു പോകും. അതുപോലെ നമുക്കും തേയ്മാനം ഉണ്ടാകും. വലിയ കേടുപാടുള്ള സ്ഥലത്ത് വലിയ കുഴപ്പമില്ലാതിരിക്കാനായി കുഴമ്പൊക്കെ പുരട്ടി കൊടുക്കുന്നതെന്ന് രാഘവൻ പറയുന്നു. അച്ചച്ചന്റെ കാല് തേഞ്ഞു പോയോ എന്ന് സത്യ ചോദിക്കുന്നു. എന്നിട്ട് പറയുന്നു, പപ്പി നമുക്ക് അച്ചച്ചന്റെ കാല് സർവീസ് ചെയ്താലോ? സർവീസ് ചെയ്യാനോ എന്ന് പപ്പി. ഈ വണ്ടിയൊക്കെ കണ്ടീഷൻ ആക്കില്ലേ, അതുപോലെ അതിന് സർവീസ് ചെയ്യാ എന്നാ പറയുന്നത് എന്ന് സത്യ. നമ്മൾ കുഴമ്പിട്ട് തരട്ടെ എന്ന് സത്യ ചോദിക്കുന്നു. അങ്ങനെ പറയല്ലേ അച്ചച്ച, ഞങ്ങളുടെ കൊതി കൊണ്ടല്ലേ എന്ന് പപ്പിയും. രണ്ടുപേരും കൂടി നിർബന്ധിക്കാണ്. വേണ്ടെന്ന് രാഘവൻ പറഞ്ഞിട്ടും പിള്ളേർ നിർബന്ധിക്കുന്നു. പ്ലീസ് അച്ചച്ച, പപ്പിയുടെ അച്ചച്ചൻ എൻ്റെ അച്ചച്ചനല്ലേ, ഞങ്ങൾ കുഴമ്പിട്ട് തരാമെന്ന് സത്യ. ഒടുവിൽ അച്ചച്ചൻ സമ്മതിച്ചു. ദേ അച്ചച്ചൻ സമ്മതിച്ചു, വാ നമുക്ക് കുഴമ്പിടാം എന്ന് പറഞ്ഞുകൊണ്ട് കുഴമ്പെടുത്തിട്ട് ഇങ്ങനെ പുരട്ടി കൊടുക്കുകയാണ് സത്യയും പപ്പിയും കൂടി. സത്യ ഇങ്ങനെ കുഴമ്പിടുമ്പോൾ പെട്ടെന്ന് ശാലിനിയെ പറ്റി ഓർക്കുകയാണ് രാഘവൻ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.